ഹായ് ഫ്രണ്ട്സ്, PSC സ്റ്റഡി ടൈം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 54/2025 ചോദിച്ച ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൻസർ ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിജി അരാജകത്വം എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ ആക്കുക. ഇവിടെ ആൻസർ സി ആണ്. ആദ്യം വരുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം എന്നാണ് 1721. രണ്ടാമത് വരുന്നത് കുളച്ചി യുദ്ധം 1741. ശ്രീരംഗപട്ടണം സന്ധി 1792. കുണ്ടറ വിളംബരം 1809. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഫസ്റ്റ് ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചി യുദ്ധം 1741, ശ്രീരംഗപട്ടണം 1792, കുണ്ടറ വിളംബരം 1809. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധം ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിലാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും വരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് അച്ചുതണ്ട് ശക്തികൾ സഖ്യശക്തികളും. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ തവിട്ട് കുപ്പായക്കാർ, ബെനിറ്റോ മുസോളിനി കരിങ്കുപ്പായക്കാർ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം. രണ്ടാം ലോക മഹായുദ്ധം അച്ചുതണ്ട് ശക്തികൾ സഖ്യശക്തികൾ. ഹിറ്റ്ലർ എന്താണ്? ഹിറ്റ്ലർ തവിട്ട് കുപ്പായക്കാർ, ബെനിറ്റോ മുസോളിനി കരിങ്കുപ്പായക്കാർ, ഹിറ്റ്ലർ തവിട്ട് കുപ്പായക്കാർ. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരുമാണ് ചോദിച്ചിരിക്കുന്നത്. മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രമാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. കോമൺവീല് മിസ്സിസ് ആനി ബസന്റ്. യങ് ഇന്ത്യ മഹാത്മാഗാന്ധി. അപ്പോൾ മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ് ആണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. കോമൺവീല് ആനി ബസന്റ്. യങ് ഇന്ത്യ മഹാത്മാഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ആൻസർ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗ് ആണ്. ഗദ്ദാർ പാർട്ടി ആരാണ് രൂപീകരിച്ചത്? ലാലാ ഹർദയാലാണ്. ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗ്. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്. ഫോർവേഡ് ബ്ലോക്ക് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ പാർലമെന്റ് തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? നിർമ്മല സീതാരാമൻ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദമാണ് ഏത് എന്ന് പറയുന്നത്? മാംഗോ ഷവർ. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം. അപ്പോൾ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം, അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ പെരിഹീലിയൻ ദിനം എന്നാണ്? ജാനുവരി 3 പെരിഹീലിയൻ ദിനം. അപ്പോൾ പെരിഹീലിയൻ അല്ലെങ്കിൽ സൂര്യ സമീപ ദിനം എന്ന് വെച്ചാൽ എന്താണ്? ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നത് ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നത് ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പം ബന്ധമില്ലാത്ത പ്രസ്താവന സി ആണ്. ഉഷ്ണകാലത്ത് തെക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്നത് തെറ്റാണ്. ബാക്കി 3 പ്രസ്താവനയും ശരിയാണ്. ഏതൊക്കെയാണ്? നദികളുടെ ഉത്ഭവ പ്രദേശം, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിപ്പിക്കുന്നു, വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു.
അപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുന്നതിന് ഉത്തരപർവ്വത മേഖലയുടെ പങ്ക് എന്താണെന്ന് വെച്ചാൽ നദികളുടെ ഉത്ഭവപ്രദേശം, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിപ്പിക്കുന്നു, വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയിലെ പരരൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ധാതു വിഭവങ്ങൾ എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ പരരൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റ് ഏത് എന്ന് ചോദിച്ചാൽ എക്കൽ വിശറികളാൽ സമ്പന്നമാണിവിടം എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ളതാണ് 3 പ്രസ്താവനകൾ. ഏതൊക്കെയാണ്? ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കുകിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുവിഭവ കലവറയാണ്. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കുകിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല തുടങ്ങിയ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ചു. ഇത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ അറിയപ്പെടുന്നതാണ് ദേശീയ ജലപാത 3. മരണാനന്തര ബഹുമതിയായ 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ എന്നാണ് 2025 പത്മവിഭൂഷൺ. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള നയമാണ് സ്വകാര്യവൽക്കരണം. എന്താണ് സ്വകാര്യവൽക്കരണം? വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയമാണ് സ്വകാര്യവൽക്കരണം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരനാണ് ദാദാഭായി നവറോജിയാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്ന ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? തൃതീയ മേഖലയിൽ പെടുന്നു. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഓൾ ഓഫ് ദ എബോ കറക്റ്റ് ആണ്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ്. അപ്പോൾ ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന 4 തെറ്റായിട്ടുള്ളത്. 1, 2, 3 ശരിയാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ: ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനി എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. 6 മുതൽ 14 വയസ്സുവരെയുള്ള
കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 86-ാം ഭേദഗതി. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? മോത്തിലാൽ നെഹ്റുവിൻ്റെ എന്നാണ് 1928. ജനാധിപത്യ ഭരണഘടനയിൽ അല്ലാത്തതാണ് രാഷ്ട്രത്തലവൻ്റെ പേര് ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? രാഷ്ട്രത്തലവൻ്റെ അധികാരമുണ്ട്, രാഷ്ട്രത്തിൻ്റെ പേരുണ്ട്, നിയമനിർമ്മാണ സഭയുടെ പേരുണ്ട്. രാഷ്ട്രത്തിൻ്റെ പേരുണ്ട്, രാഷ്ട്രത്തലവൻ്റെ അധികാരമുണ്ട്. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 40. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ലോർഡ് റിപ്പൺ ആണ്. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ലോർഡ് റിപ്പൺ. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. മൂന്നാം മോഡി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റിയാണ് പാർലമെൻ്ററി കാര്യ സമിതി. അപ്പോൾ സുരക്ഷാ സമിതി, സാമ്പത്തികാര്യ സമിതി, നിക്ഷേപ വളർച്ചാ സമിതി, ഈ 3-ലും ആരുണ്ട്? പ്രധാനമന്ത്രി അംഗമാണ്. തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1ഉം 3ഉം ശരിയാണ്. എന്താണ് 1-ൽ പറയുന്നത്? തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായവ. സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് 1ഉം 2ഉമാണ്. കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. 5 വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി. അപ്പോൾ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. 5 വർഷമാണ് കാലാവധി. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായവ. സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന വിഷയമാണ് കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെൻറ്. കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെൻറ്റും സംസ്ഥാന ലിസ്റ്റിൽ വരുന്നവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഓൾ ഓഫ് ദി എബോ ആണ്. പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ച് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. എന്നാണ് വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായവ 1ഉം 2ഉമാണ്. പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്. പാർലമെൻ്ററി അഫയേഴ്സ് ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. അപ്പോൾ പാർലമെൻ്ററി വകുപ്പ് മന്ത്രി ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്. പാർലമെൻ്ററി അഫയേഴ്സ് ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1ഉം 3ഉമാണ്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1ഉം 2ഉമാണ്. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം ആണ്. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? എപ്പിഗ്ലോട്ടിസ് ആണ്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഹീമോഫീലിയാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളാണ് പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം. ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചത്. ഫൈലേറിയം വിര മന്താണ്. ഫൈലേറിയം വിര രോഗാണു ഏതാണ്? മന്തിൻ്റെ രോഗാണുവാണ് ഫൈലേറിയൻ വിര. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ.
അടുത്ത പ്രസ്താവനയാണ്. ഇതിൽ ശരി തെറ്റ് ഏതാണെന്ന്? 1 ശരിയാണ്, 2 തെറ്റാണ്. ശരിയായിട്ടുള്ള എന്താണ്? മനുഷ്യരെ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാർ സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. അപ്പോൾ മനുഷ്യരെ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളി വരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ചിത്രശലഭമാണ്. ഇനി പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 2 പ്രസ്താവനയും ശരിയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്ന ആരാണ്? പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ്. 1 ശരി, 3 ശരി. അതായത് സുക്രോസ് കരിമ്പിൽ നിന്നാണ് സ്രോതസ്, മാംസ്യം പയറുവർഗ്ഗങ്ങളിൽ നിന്ന്. അപ്പോൾ സുക്രോസ്, കരിമ്പ്, മാംസ്യം പയറുവർഗ്ഗങ്ങൾ. താഴെ തന്നിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? നീലയാണ് ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. ഉയർന്ന മർദ്ദത്തിൽ നിന്ന് സംരക്ഷണം നേടാനാണ് സ്യൂട്ടുകൾ ധരിക്കുന്നത്. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു, മിഥ്യാപ്രതിബിംബം എന്ന് വിളിക്കുന്നു. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബം എന്ന് വിളിക്കുന്നു. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാസയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി നാസ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യമാണ് ചൈന. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിതമാസ വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം വർദ്ധിക്കുന്നു. മർദ്ദം സ്ഥിരമായിരുന്ന താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിതമാസ വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? വ്യാപ്തം വർദ്ധിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയെ രാസമാറ്റത്തിന് ഉദാഹരണമാണ്. ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ് രാസമാറ്റം. ഭൗതിക മാറ്റങ്ങളാണ് ഐസ് ഉരുകുന്നു, പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നു, ജലം തിളയ്ക്കുന്നു. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? pH 0 to 7 ആണ്. 3 ദൗത്യങ്ങളിലായി സുനിത വില്യം ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരിയാണ് പെഗി വിൻസൺ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. രാമായണം ആട്ടക്കഥ രചിച്ചത് കൊട്ടാരക്കര തമ്പുരാൻ. കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റാണ് PT ഉഷ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം. ജയദേവൻ്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേര് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ VC സുനിൽകുമാർ. എക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദോർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ. റാം വോളറ്റൈൽ മെമ്മറിയാണ് റാം. ഓപ്പൺ ഓഫീസ് ബേസ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ഓഫീസ് ബേസ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ എന്ന് പറയുന്നത് 1, 3, 4 ആണ്. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൻ്റെ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ Ctrl+M ആണ്. അപ്പോൾ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്ന ഷോർട്ട് കട്ട് കീ Ctrl+M ആണ്. അതേപോലെ തന്നെ ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .ods ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണിക്കുന്നതിനുള്ള ഫംഗ്ഷനാണ് ആവറേജ്. 2023 ജൂൺ കണക്കനുസരിച്ച് ലോകത്തെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരാണ് ഐരാവത്.
കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? എക്യൂബ് ആണ്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ക്രാക്കിംഗ് എന്ന് പറയുന്ന എന്താണ്? ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നതാണ് ക്രാക്കിംഗ്. ഫിഷിംഗ് എന്താണ്? ഫിഷിംഗ് എന്ന് പറയുന്ന അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്ന വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക. സൈബർ ടെററിസം എന്ന് പറയുന്ന ദേശീയ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ബി ആണ്. 1, 3, 4 ശരിയാണ്. സുരക്ഷിതത്വത്തിനുള്ള അവകാശം ഉപഭോക്തൃ സംരക്ഷണത്തിന് പരിധി വരുന്നതാണ്. മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാകുവാനുള്ള അവകാശം. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഗാർഹിക പീഡനം നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? പ്രൊട്ടക്ഷൻ ഓഫീസർ. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഘടന താഴെ പറയുന്ന ഏത്? ഘടന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കവാത്ത അത്രയും എണ്ണ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരുമാണ്. ഘടനയെ താഴെ പറയുന്നവയിൽ ഉള്ളത്. അടുത്തത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുവാന് ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഒരു കാരണവശാലും ഒരു കുട്ടിയെ രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല എന്നാണ് ശരിയല്ലാത്തത്. ശരിയായിട്ടുള്ളത് കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണയായി താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആയിരിക്കരുത്. അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു കാരണവശാലും പ്രതിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പം മാധവ് നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. എത്രാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് മാധവ്? 58ാമത്. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ മുകളിൽ പറഞ്ഞവയെല്ലാം. ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. ഓക്കെ ഫ്രണ്ട്സ്.